സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജയിച്ച പന്തക്കോസ്തുകാരെക്കുറിച്ച് പാഠഭേദത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പന്തക്കോസ്തുകാർ ഇലക്ഷന് നിന്നതും ജയിച്ചതുമൊക്കെയായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നമ്മൾ കണ്ടത്. ഒത്തിരി പന്തക്കോസ്തുകാർ ജയിച്ചു. അതിനകത്ത് എല്ലാ സഭാവിഭാഗങ്ങളും ഉണ്ട്. IPCയും ചർച്ച കോഡും അസംബ്ലീസ് കോഡും ഷാരോനും. ഇനി ചിലർ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടു, TPM-കാരൊന്നുമില്ലേ പാസ്റ്ററെ? TPM-കാരുൾപ്പെടെ ഇലക്ഷന് നിന്ന് ജയിച്ച ഒരു ഇലക്ഷനായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത്. അന്ന് ആ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിലരൊരു ചോദ്യം ചോദിച്ചു, ഇനിയും നിലവിളക്ക് കത്തിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാകുമല്ലോ ഈ പന്തക്കോസ്തുകാർ ജയിച്ചതുകൊണ്ട്. സംഭവങ്ങൾ ഇതാ ഇലക്ഷൻ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഓത്ത് സെറിമണി, സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആദ്യത്തെ വിവാദം ഒരു പന്തക്കോസ്തുകാരനാകുന്ന ഒരു വിജയിച്ച ആൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. സെക്കുലർ മാധ്യമങ്ങളൊക്കെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു. അതായത് ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വെച്ചിരുന്നത്. അതായത് എല്ലാ ക്രൈസ്തവരുടെയും ആരാധനയൊക്കെ നടക്കുന്ന, പള്ളി ആരാധനയൊക്കെ നടക്കുന്ന കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഈ ഓത്ത് സെറിമണി അല്ലെങ്കിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജയിച്ച ബൈജു എന്ന് പറയുന്ന കോട്ടയത്ത് IPC ചർച്ചിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം രേഖാമൂലം പരാതി കൊടുത്തു. ഞായറാഴ്ച ഈ ഒരു സെറമണി വെച്ചിരിക്കുന്നത് കൊണ്ട് താൻ അതിൽ പങ്കെടുക്കുകയില്ല, തൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണെന്ന് പരാതി കൊടുത്തു. അങ്ങനെ വലിയ വാർത്തയിലേക്ക് ഈ പ്രിയപ്പെട്ട ബൈജു സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ബൈജു ചെറുകാട്ടിലിനെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ജയിച്ച കൂട്ടത്തിൽ, പന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പടം കണ്ടപ്പോൾ ശ്രദ്ധിക്കാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്: പോസ്റ്റർ, ബാനർ, അനൗൺസ്മെൻറ്റ് ഒന്നുമില്ല, പാർട്ടി സീറ്റില്ല. കാരണം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല, സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. ജനഹൃദയങ്ങളിൽ ഇടമുണ്ട്. വിജയപുരം 8-ാം വാർഡിൽ എന്നും ബൈജു ചെറുകോട്ടയിൽ മാത്രം. വിജയപുരം പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ബൈജു ചെറുകോട്ടയിൽ IPC മാങ്ങാനം കർമ്മേൽ സഭ അംഗമാണ്. അപ്പോൾ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സെക്കുലർ മാധ്യമത്തിൻ്റെ വാർത്തയുടെ താഴെ ഒരു കമൻറ്റ് കിട്ടു, കൈക്കൂലി വാങ്ങാത്ത നേതാവ്. അപ്പോൾ അങ്ങനെ പല പ്രത്യേകതകളുള്ള ഈ ബൈജു ചെറുകാട്ടിൽ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് പെന്തക്കോസ്തുകാരുടെ ഭാഗത്തു നിന്ന്. എനിക്ക് തോന്നുന്നു ജയിച്ച എല്ലാ പെന്തക്കോസ്തുകാരും ഇനിയുള്ള നാളുകളിൽ ഇങ്ങനെയൊക്കെ അവരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നു. ഞായറാഴ്ച ആരാധനയുള്ള ദിവസം എന്തായാലും സത്യപ്രതിജ്ഞ എടുക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ ആളുകൾ ചോദിക്കും, ഞായറാഴ്ച ഇദ്ദേഹം മറ്റൊരു ജോലിയും ചെയ്യത്തില്ലയോ? ഈ ബൈജു ചെറുകാട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെയുള്ള ആരുടെയോ ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സഹായിക്കുവാൻ കൂട്ടത്തിൽ നിന്ന വ്യക്തിയാണ്. ഞായറാഴ്ച മറ്റു കാര്യമൊന്നും ചെയ്യുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഈ ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് തിരഞ്ഞെടുത്ത ആ ഒരു അധികാര ബുദ്ധി, അത് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും, അത് ഏത് കമ്മീഷനാണെങ്കിലും ഏത് ഗവൺമെൻറ് ആണെങ്കിലും, അത് ക്രിസ്തീയ ആളുകളുടെ ആരാധനാ സമയം തന്നെ തിരഞ്ഞെടുത്തതിലുള്ള ഒരു പ്രതിഷേധം അദ്ദേഹം അറിയിക്കുകയാണ് എന്നാണ് ഈ ബൈജു ചെറുകാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ബൈജു ചെറുകാട്ടിൽ ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാഞ്ഞത്, സത്യപ്രതിജ്ഞ ചെയ്യാഞ്ഞത് പെന്തക്കോസ്തുകാരനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന ആളുകളും ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഈ മലയാള ഭാഷയിൽ നിഘണ്ടുവിലില്ലാത്ത എല്ലാ പദങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്ന ആളുകളും ഉണ്ട്. ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞായറാഴ്ച ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഒറ്റ വിഷയം കൂടെ ഈ രാഷ്ട്രീയ വിഷയത്തിൽ ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. ഈ പെന്തക്കോസ്തുകാർ രാഷ്ട്രീയത്തിൽ ഇടപെടണോ വേണ്ടയോ എന്നുള്ളത് എന്നും എനിക്ക് ഒരേ അഭിപ്രായമാണുള്ളത്. നേരത്തെ തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇത്തരത്തിലുള്ള കോലാഹലങ്ങളിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എൻ്റെ രാഷ്ട്രീയം ദൈവരാജ്യമാണ് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുൻ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. കാരണം ഇങ്ങനൊരു നയം വ്യക്തമാക്കിയിട്ട് വേണം ഈ വീഡിയോ മുൻപോട്ട് പോകേണ്ടത്. പിന്നെ വ്യക്തിപരമായിട്ട് ആരെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ദേശത്തിന് നന്മ വരുത്തുവാൻ ഈ പ്രിയപ്പെട്ട ബൈജു ചെറുകാട്ടിലിനെ പോലെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കതാകാം. പക്ഷേ അവരുടെ വിശ്വാസം
കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അവരെടുക്കുന്ന നിലപാടുകൾ സമൂഹവും സഭയും സകൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് അവർ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ്. അതൊരു വലിയ ചലഞ്ചാണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പെന്തക്കോസ്തുകാരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഞായറാഴ്ച ആരാധനയെക്കുറിച്ച് പറയാം. ഞായറാഴ്ച ഒരു കാരണവശാലും ആരാധന മുടക്കരുത് എന്ന അഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞായറാഴ്ച ആരാധന മുടക്കി വളരെ ചുരുക്കം എൻ്റെ ഈ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ 1-2 സൺഡേ അല്ലാതെ, അത് പ്രത്യേകിച്ചും ഞാൻ അന്ന് ഞങ്ങളുടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചർച്ച് എനിക്ക് കിട്ടാഞ്ഞതുകൊണ്ട് 1-2 തവണ എനിക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അതായത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ്. ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി പല പട്ടണങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ അന്ന് പുതിയ സോഫ്റ്റ്വെയർസ് ലോഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓരോ ഏരിയയിലുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യണം. ഒരു പ്രാവശ്യം ഡൽഹിയിലും മറ്റൊരു പ്രാവശ്യം ചെന്നൈയിലും ഞാനായിരിക്കുമ്പോൾ എന്നെ ഈ പറഞ്ഞ ഗസ്റ്റ് ഹൗസിലാക്കിയിരിക്കുകയാണ്, ഞങ്ങളുടെ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസിലാക്കിയിരിക്കുകയാണ്. ആ 2 പ്രാവശ്യങ്ങളിൽ എനിക്ക് ആരാധനയ്ക്ക് പോകാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ ഞാൻ ആ ജോലി റിസൈൻ ചെയ്യുവാനിടയായി തീർന്നു. ജോലി റിസൈൻ ചെയ്യാനുള്ള ഒറ്റ കാരണം, എനിക്ക് ഞായറാഴ്ച ആരാധന 2 പ്രാവശ്യം മിസ്സായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ജോലി വേണ്ട. അതാണ് സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് പെന്തക്കോസ്തുകാരൻ എപ്പോഴും ഇങ്ങനെയാണ്. അവന് ഞായറാഴ്ച ആരാധന മിസ്സാകുന്നെന്ന് തോന്നിയാൽ വേണമെങ്കിൽ ജോലി റിസൈൻ ചെയ്യും. ഇന്നും എത്രയോ പേർ പ്രയർ റിക്വസ്റ്റ് പറയുന്നു, പാസ്റ്ററെ ഞായറാഴ്ച എനിക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റുന്നില്ല, എനിക്ക് വേറെ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവരാണ് ഒരു സ്വാഭാവികമായിട്ടും ഒരു സാധാരണ പെന്തക്കോസ്തുകാരൻ. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരിക്കൽ പോലും പള്ളിയിൽ കയറാത്ത ആളുകളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ജീവിതത്തിൽ 3 പ്രാവശ്യം മാത്രമേ പള്ളിയിൽ പോയിട്ടുള്ളൂ. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളുണ്ട്. അതായത് മാമോദിസായ്ക്ക് ആളുകൾ ആദ്യമായിട്ട് പള്ളിയിലേക്ക് എടുത്തുകൊണ്ട് പോയി, പിന്നെ കല്യാണത്തിന് നടന്നുപോയി, ആ ഒറ്റ പ്രാവശ്യമാണ് നടന്നു പോയത്. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ശവസംസ്കാരത്തിന് വേണ്ടി ആളുകൾ ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ 3 പ്രാവശ്യം പോയതിൽ 2 പ്രാവശ്യം ചുമന്നുകൊണ്ട് 1 പ്രാവശ്യം മാത്രം നടന്നും പോയ ക്രിസ്ത്യാനികളാണ് ക്രൈസ്തവരിൽ ഒട്ടുമുക്കാലും ഉള്ളത്. പിന്നെ കുറച്ചുകൂടെ അല്പം കൂടെ ആത്മീയമുള്ള ക്രൈസ്തവരാണെങ്കിൽ അവർ വർഷത്തിൽ കുറഞ്ഞത് 2 പ്രാവശ്യം പോവും. അതായത് ഈസ്റ്ററിനും ക്രിസ്തുമസിനും. ഈ വർഷവും നാളെ പള്ളിയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ പറഞ്ഞ വല്ലപ്പോഴും മാത്രം പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികൾക്ക് ഒരുപക്ഷെ പെന്തക്കോസ്തുകാർ അരക്കിറുക്കന്മാരാണെന്ന് തോന്നും. ഇവർ ഈ ലോകത്തൊന്നുമല്ലയോ ജീവിക്കുന്നത്, എന്തൊരു ഉട്ടിയോപ്യൻ ലോകത്താണ് ഇവർ ജീവിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണമെന്നും ഒക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുന്നത് ഈ കാലത്ത് ശരിയാണോ എന്നൊക്കെ അവർക്ക് തോന്നും. ഞങ്ങൾ ഈ പറഞ്ഞ അല്പം ഇങ്ങനെയുള്ള വാട്ടൊക്കെയുള്ള ക്രിസ്ത്യാനികളാണെന്ന് അങ്ങ് മനസ്സിലാക്കിക്കോ. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്തുകാർ ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ചാൽ ഇങ്ങനെയുള്ള ഒത്തിരി വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. ഇനി ഒത്തിരി കഥകൾ നമ്മളിങ്ങനെ കേൾക്കും. കാരണം ഈ പ്രാവശ്യം കുറേ പെന്തക്കോസ്തുകാർ ജയിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല പെന്തക്കോസ്തുകാരായി ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടവരും. അത് ഒരു സംശയവുമില്ല, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. വാർത്തകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പണ്ട് ദാനിയേലിൻ്റെ ഒക്കെ കാലത്ത് ശദ്രക് മേശക് അബേദ്നെഗോവിനെയൊക്കെയാണ് ഈ പറഞ്ഞ ബൈജു ചെറുകാട്ടിലിനോട് ഉപമിച്ചുകൊണ്ട് ചിലർ കമൻ്റ് ഇട്ടത് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വെല്ലുവിളിച്ച് നിന്നതുപോലെ ഈ പെന്തക്കോസ്തുകാരും നമ്മുടെ രാജ്യത്തും വെല്ലുവിളിച്ച് നിൽക്കുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണല്ലോ പെന്തക്കോസ്തിൻ്റെ ഒരു പൊതു സ്വഭാവമെന്ന് പറയുന്നത്. അപ്പോൾ ആരാധനയ്ക്ക് ഞായറാഴ്ച പോകുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയും ചരിത്രത്തിൽ നിന്ന് ഒരു കഥ പറയാം. പണ്ട് പാരീസ് ഒളിമ്പിക്സ് നടന്ന സമയത്ത് അന്ന് എറിക് ലിഡിൽ എന്ന് പറഞ്ഞ ഒരു സ്കോട്ട്ലൻഡുകാരൻ ചരിത്രത്തിൽ ഇടം നേടി. അത് സ്കോട്ട്ലൻഡിന് വേണ്ടി ആദ്യത്തെ സ്വർണം നേടിയായിരുന്നു. കഥ ചുരുക്കത്തിൽ പറയാം. ആ സ്വർണത്തിൻ്റെ പിന്നിൽ ഭയങ്കര തിളക്കമാർന്ന ഒരു ജീവിതാനുഭവമുണ്ട്. ആ അനുഭവം ഇങ്ങനെയാണ്. സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും അധികം പ്രതീക്ഷയുള്ള ഓട്ടക്കാരനായിരുന്നു ഈ എറിക് ലിഡിൽ എന്ന് പറയുന്ന ഓട്ടക്കാരൻ. ഫ്ലൈയിങ് സ്കോട്ട് എന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഹോളിവുഡ് ചിത്രം വരെ ഉണ്ടായി. അതായത് ഒരു മൂവി വരെ, ബയോപിക് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായി. അത്രയ്ക്ക് പ്രസിദ്ധനായി തീർന്ന എറിക് ലിഡിൽ 100 മീറ്റർ ഓട്ടത്തിൽ സ്കോട്ട്ലൻഡിൻ്റെ സ്വർണ്ണ പ്രതീക്ഷയായിരുന്നു. അങ്ങനെ മാധ്യമങ്ങളൊക്കെ എഴുതി ഈ പ്രാവശ്യം എറിക് ലിഡിലൂടെ സ്കോട്ട്ലൻഡിൻ്റെ ആദ്യത്തെ സ്വർണം കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. ഈ 100 മീറ്റർ ഓട്ടത്തിൻ്റെ മത്സരം വെച്ചിരുന്ന ദിവസം, എനിക്കൊന്ന് ഹീറ്റ്സ് ആണെന്ന് തോന്നുന്നു, വെച്ചിരുന്ന
ദിവസം അതൊരു ഞായറാഴ്ചയായിരുന്നു, അതും കൃത്യമായ ആരാധനയുടെ സമയത്ത്. എറിക് ലിഡിൽ മുന്നമേ തന്നെ പറഞ്ഞു, ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുകയില്ല. വലിയ പ്രശ്നമായി കേട്ടോ. മാധ്യമങ്ങൾ എഴുതി ഇദ്ദേഹം രാജ്യത്തെ അപമാനിക്കുകയാണ്, പോരെങ്കിൽ രാജ്ഞിയെ അപമാനിക്കുകയാണ്. കാരണം രാജ്ഞിയുടെ പ്രതിനിധിയായി മത്സരിച്ച് സ്വർണം കൊണ്ടുവരാൻ വേണ്ടി അയച്ചിട്ട് ഭ്രാന്തനാണ് കേട്ടോ. കാരണം പള്ളിയിൽ പോകണം, ആരാധനയിൽ പങ്കെടുക്കണം. ഏതെങ്കിലും പള്ളിയിൽ എപ്പോഴെങ്കിലും പോയി ഒന്ന് തൊഴുതിട്ട് അല്ലെങ്കിൽ ഒന്ന് മാസ് കണ്ടിട്ടിങ്ങ് പോരുന്നാൽ മതിയല്ലോ, എന്തിനാണ് രാജ്ഞിയെ അപമാനിക്കുന്നത് എന്നൊക്കെ ചോദ്യമുണ്ടായി. പക്ഷേ എറിക് ലിഡിൽ ഉറച്ചു നിന്നു. ഞായറാഴ്ചയാണോ, ഞാൻ ഓടത്തുമില്ല ചാടത്തുമില്ല, മത്സരം ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒളിമ്പിക്സ് ആണെന്ന് ഓർക്കണം. അവസാനം വലിയ പ്രശ്നമായി. മാധ്യമങ്ങളൊക്കെ എറിക് ലിഡിലിന് എതിരായി തീർന്നു. ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ എറിക് ലിഡിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ 400 മീറ്ററിൽ പങ്കെടുത്തുകൊള്ളാം. 400 മീറ്ററിൻ്റെ ട്രെയിനിങ് എറിക് ലിഡിലിന് കിട്ടിയിട്ടില്ല. മാത്രമല്ല വളരെ ശക്തരായ കോമ്പറ്റേറ്റേഴ്സ് 400 മീറ്ററിലുണ്ട്, ഇനി മെഡൽ കിട്ടുകയില്ല എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഈ ഞായറാഴ്ച ദിവസം 100 മീറ്ററിൻ്റെ ഓട്ട മത്സരം നടക്കുമ്പോൾ എറിക് ലിഡിൽ പാരീസിലെ ഒരു ചർച്ചിൽ പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെ ഭക്തനായ ഒരു ഓട്ടക്കാരൻ മാധ്യമങ്ങൾ എതിരായി തീർന്നു. മുഴുവൻ രാജ്യവും എറിക് ലിഡിലിന് എതിരായി തീർന്നു. അവസാനം 400 മീറ്ററിൻ്റെ ഓട്ടം ആ ദിവസം വന്നു. ഫൈനലിൽ എറിക് ലിഡിൽ ഓടുകയാണ്. ഫൈനൽ മത്സരത്തിൽ എറിക് ലിഡിൽ ഓടുകയാണ്. ട്രാക്കിൽ താൻ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ വാമപ്പ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ, തയ്യാറായിക്കൊണ്ട് നിന്നപ്പോൾ, ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അമേരിക്കൻ അത്ലറ്റിക് ടീമിൻ്റെ ഒരു കോച്ച് ആ ഒരു ട്രാക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് എറിക് ലിഡിലിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തു. ആ പേപ്പർ എറിക് ലിഡിൽ തുറന്നു വായിച്ചു. അതിലൊരു ബൈബിൾ വചനമാണ് എഴുതിയിരുന്നത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നിങ്ങൾക്കറിയാമോ, എറിക് ലിഡിൽ ഈ പേപ്പർ കഷ്ണം കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് 400 മീറ്റർ ഓടി. 100 മീറ്റർ ഓട്ടവും 400 മീറ്റർ ഓട്ടവും വ്യത്യസ്തമായ സ്ട്രാറ്റജിയാണ്. 100 മീറ്റർ ഓട്ടം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ കത്തിച്ച് ഫയറായിട്ട് ഓടിക്കോണം, മുഴുവൻ ഊർജ്ജം ഉപയോഗിച്ച് ഒന്നാമതെത്തണം. 400 മീറ്റർ അങ്ങനെയല്ല. തുടക്കം അല്പം പതിയാണെങ്കിലും ഊർജം സംഭരിച്ച് 400 മീറ്റർ സ്ഥിരതയോടുകൂടി ഓടിക്കയറണം. രണ്ട് സ്ട്രാറ്റജിയാണ്. പക്ഷേ 400 മീറ്റിങ്ങിൽ പ്രത്യേക ട്രെയിനിങ് ഒന്നും കിട്ടാത്ത എറിക് ലിഡിൽ കയ്യിൽ ഈ ബൈബിൾ വചനത്തിൻ്റെ ആ പേപ്പർ കഷ്ണം ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ സ്റ്റാർട്ടിംഗ് വിസിൽ കേട്ടപ്പോൾ തന്നെ 100 മീറ്ററുകാരനെ പോലെ കുതിച്ചു. എനർജി സേവ് ചെയ്യണമെന്നൊന്നും ചിന്തിച്ചില്ല. പക്ഷേ 400 മീറ്ററും ഓടിത്തികച്ചപ്പോൾ ലോക റെക്കോർഡോട് സ്കോട്ട്ലൻഡിൻ്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ എറിക് ലിഡിലിൻ്റെ പേരിലായി. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഞായറാഴ്ച ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാധ്യമങ്ങൾ ഒക്കെ ചീത്ത വിളിച്ച എറിക് ലിഡിൽ അടുത്ത ദിവസം സ്കോട്ട്ലൻഡിൻ്റെ ഹീറോയായി മാറി. ഇനി മെഡൽ കിട്ടിയതിൻ്റെ അടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ച വലിയൊരു അനൗൺസ്മെൻറ്റ് എറിക് ലിഡിൽ ചെയ്തു. എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ ഓട്ടം നിർത്തുകയാണ്, ചൈനയിലേക്ക് മിഷണറിയായി പോവുകയാണ്. എറിക് ലിഡിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചൈനയിൽ മിഷണറിയായി പോയി. പിന്നീടുള്ള വലിയ ചരിത്രങ്ങളാണ് ചൈനയിൽ കണ്ടത്. ആ ഭാഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ പെന്തക്കോസ്തുകാരുടെ ഒരു തനത് സ്വഭാവം പറഞ്ഞു എന്ന് മാത്രം. ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് മറ്റൊന്നുമല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദൈവത്തെ ആരാധിക്കുവാൻ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതല്ലേ? അതൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ ചെറുപ്പം മുതലേ പാലിക്കുന്ന ചില ചിട്ടകളാണ്. ഞായറാഴ്ച കല്യാണത്തിന് പോവുകയും ഞായറാഴ്ച യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഞായറാഴ്ച തന്നെ കല്യാണം നടത്തുന്ന ക്രൈസ്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഈ പറയുന്നതൊന്നും അത്ര എളുപ്പം ആളുകൾക്ക് മനസ്സിലാകുകയില്ല, ഗ്രഹിക്കുകയില്ല, ദഹിക്കുകയില്ല എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ ഞായറാഴ്ച കല്യാണം നടന്നാൽ ആ കല്യാണങ്ങൾക്ക് പോലും ചിലപ്പോൾ പോകാത്ത കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ഒരിക്കലും യാത്ര ചെയ്യാത്ത കാലം പോലും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദയോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.